മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്നത് കലാപമാണ് എന്നും ആ കലാപത്തിന് വ്യക്തമായിട്ട് വിദേശ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും രാജ്യവിരുദ്ധരാണ് ആ കലാപത്തെ പിന്തുണക്കുന്നതും ആ കലാപത്തിന് വേണ്ടി സകലതും ചെയ്യുന്നത് എന്ന് നമ്മൾ നിരന്തരം നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അത് വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ജർമ്മനിയിലെ ഒരു നേഴ്സ്, ഒരു സാധാരണക്കാരിയാണ്. ആ ഒരു യുവതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിദേശ രാജ്യങ്ങളിൽ എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് തുറന്ന് പറയുന്നുണ്ട്. അത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഇത് കേട്ടിട്ട് ഓരോ വിവേകമുള്ള മലയാളിയും തിരിച്ചറിയാം. കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ആരാണ് തലസ്ഥാന നഗരയിൽ കലാപം നടത്താൻ ഇറക്കി വിട്ടത് എന്നൊക്കെ ലളിതമാക്കി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ജർമ്മനിയിലെ ആ നഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നീ മോദിയുടെ ആളല്ലേ എന്നുള്ള ചോദ്യം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. അത് വേറെ രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല. ഇത്രയും നാളും ഞാനിവിടെ ജർമ്മനിയിൽ വന്നിട്ട് 3.5 വർഷമായി. ഇത്രയും നാളും ഞാൻ കേട്ടോണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അല്ലേ, നിങ്ങൾ ബ്രിട്ടന്റെ കോളനി അല്ലേ, നിങ്ങൾ ബ്രിട്ടന്റെ കോളനി അല്ലേ. ഇപ്പം ഇവരോടൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും അവരോട് പറയാറുണ്ട്. എന്നോട് ഇങ്ങനെ പറയുന്നവരോട് ഞാൻ അങ്ങനെയാണ് പറയുന്നത് എന്ന് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഉള്ള ചോദ്യം നീ മോദിയുടെ ആളല്ലേ. കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ ഇതിന് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദി, അതായത് നീ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളല്ലേ എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഏതായാലും എനിക്ക് ബ്രിട്ടന്റെ കോളനി അല്ലേ നിങ്ങളെന്ന് കേൾക്കുന്നതിലും എനിക്കിഷ്ടം നരേന്ദ്രമോദിയുടെ ആളെന്നാണ്. പക്ഷെ നാട്ടിൽ ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഞാൻ ഇന്ത്യയിലെ ആളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. പക്ഷെ ഇവിടെ അവർ ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കുന്നതിലും കൂടുതൽ നീ മോദിജിയുടെ ആളല്ലേ അല്ലെങ്കിൽ മോദിയുടെ ആളല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കതിൽ ഒരു നാണക്കേടും തോന്നിയിട്ടില്ല കേട്ടോ. ഒരു നാണക്കേടും തോന്നിയിട്ടില്ല. കാരണം പണ്ട് തന്ന വിലയും ഞാൻ 12 വർഷമായിട്ട് ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണ്. അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിലയും ഇന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മോദിയുടെ ആളല്ലേ എന്ന് ചോദിച്ചതിൽ എനിക്കൊരു ഇതില്ല. അപ്പം ഞാൻ അവരോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഓ നിങ്ങൾ പുടിൻ്റെ ആളാണ്, മോദി പുടിൻ്റെ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് തിരിച്ചിങ്ങനെ പറഞ്ഞിരുന്നു, നേഷനാണ് ഫസ്റ്റ്, അതാണ് മോദിജി ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ നേഷന് വേണ്ടിയിട്ട് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ ബാക്കി ഒന്നിനും വേണ്ടി ചെയ്യില്ല, ഞങ്ങളുടെ നേഷൻ എന്താണോ ആവശ്യം അത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു. ഇത്രയും സംസാരിച്ച് ഇവർ പുതിയതായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അതുപോലെ ഞാൻ എന്നും ഇന്ത്യയിലാണ്, ഇന്ത്യയുടെ സ്റ്റാൻഡിനോട് ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ രാജ്യത്തോട് കോറുള്ള ഒരു യുവതി അത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. രാജ്യ തലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടി കലാപം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്നു നിന്നുകൊണ്ട് ആ കലാപകാരികളെ പിന്തുണച്ചുകൊണ്ടിരിക്കുക. സിനിമാ മേഖലയിലെ സകലരും A to Z എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രത്തോളം ആളുകള്, പുതുമുഖ നടന്മാരുൾപ്പെടെ സകലരും നിരന്നു നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരെ പിന്തുണച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ യുവതി തന്റെ അനുഭവം തുറന്നു പറയുന്നത്. സകല വിവേകമുള്ള മലയാളികളോടും പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, രാജ്യത്തിനെതിരെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആളുകൾക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പൊക്കെ നടത്താം. അത് ഈ രാജ്യത്തിന്റെ മഹത്വം തന്നെയാ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച തന്നെയാ. പക്ഷെ ഈ മണ്ണിനെതിരെയാണ് ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിക്കാര് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ രാജ്യത്തെ എത്രത്തോളം പുരോഗതിയിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുപോകുന്നുവെന്ന് തന്റെ അനുഭവത്തിൽ നിന്ന് ഒരു യുവതി തുറന്നു പറയുമ്പോ നമ്മൾ അവർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരണ്ടേ. ഓരോ മലയാളിയും ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് തന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടെങ്കിലും നമ്മുടെ രാജ്യത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുക. ഞാനൊരു ലളിതമായി മറ്റൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ PSC യുമായി ബന്ധപ്പെട്ട് നിയമനം ലഭിക്കാത്തതിന്റെ പേരിൽ മണ്ണ് വാരി തിന്ന് അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. മുട്ടിലിരുന്നു കൊണ്ട് അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞാൻ അവർക്കൊപ്പം തന്നെയാണ്, അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷേ നാളെ അവർ നിയമസഭാ മന്ദിരത്തിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ, നാളെ അവർ നിയമസഭാ മന്ദിരത്തിന്റെ പ്രദേശത്ത് നിന്ന് അവർ കല്ലെടുത്ത് നമ്മുടെ പോലീസുകാരെ എറിഞ്ഞാൽ, നമ്മുടെ പോലീസുകാരെ ആക്രമിച്ചാൽ, നമ്മുടെ പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്താൽ, ഒരു തർക്കവും വേണ്ട കേട്ടോ, അത് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സമരക്കാർക്കൊപ്പം ഞാൻ നിൽക്കില്ല. ഞാൻ എന്റെ മണ്ണിനൊപ്പം നിൽക്കും. അവർ ചെയ്യുന്നത് അനീതിയാണ്, അവർ നമ്മുടെ നാടിനെയാണ് ആക്രമിക്കുന്നത് എന്നൊരു തർക്കവുമില്ലാതെ നമ്മൾ വിളിച്ചു പറയും. നമ്മൾ ഈ സമയത്തൊക്കെ തന്നെ PSC നിയമനം ലഭിക്കാത്തതിന്റെ പേരിൽ സമരം ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്നവർ, അവർ ജനാധിപത്യപരമായിട്ട് അവർ അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. തീർച്ചയായിട്ടും UDF സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് LDF സർക്കാർ ഇത്തരം നിയമനങ്ങൾ ഉൾപ്പെടെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാ. അപ്പൊ തീർച്ചയായിട്ടും വിവേകമുള്ള സകല മലയാളികളും കേരളത്തിലെ PSC നിയമനം നടക്കാനിട്ട് പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് ഒപ്പം തന്നെ നിൽക്കണം. കാരണം അവർ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തു. അതേ സമയത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്താ നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെയല്ലേ ആക്രമണം നടക്കുന്നത്? അമേരിക്കയിൽ നിന്ന് തീവ്രവാദിയായിട്ടുള്ള പന്നൂൻ വരെ ഈ രംഗത്തെത്തിയിട്ട് അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഡീലിനെ കുറിച്ച് പരസ്യമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ കാരണം എന്താ? എന്തുകൊണ്ടാ പന്നൂന് സകല ദേശവിരുദ്ധരും നമ്മുടെ രാജ്യവിരുദ്ധരും അണിനിരന്നിപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്? അവർ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സമരത്തിലാണെന്ന് ഏതെങ്കിലും വിവേകമുള്ള മലയാളി കരുതുന്നുണ്ടോ? ഒരാള് പോലും അത് കരുതണ്ട. അവർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയതാ. കാരണം എന്താ? ആ കാരണമാണ് യുവതി കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഞാൻ 10-12 വർഷത്തിലധികമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. എന്നോട് ബ്രിട്ടീഷ് കോളനി അല്ലേ എന്നായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നില്ലേ എന്നായിരുന്നു നിരന്തരം ചോദിച്ചിരുന്നത് കഴിഞ്ഞ കാലങ്ങളില്. ഇന്ന് നരേന്ദ്രമോദിയുടെ ആളല്ലേ എന്ന് റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മുടെ പൗരന്മാരോട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വളരെ ലളിതല്ലേ? സമാനതകളില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൈപിടിച്ച് ഉയർത്തുന്നു എന്നുള്ളത് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേറ്റത് മുതൽ വിദേശ രാജ്യങ്ങൾ അപകടകരമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ നോക്കിക്കാണുന്നത്. കാരണം എന്താ? മെയ്ക്ക് ഇൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മൾ ട്രെയിൻ ഉൾപ്പെടെ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ ഉൾപ്പെടെ നമ്മൾ നിരത്തിലിറക്കി കഴിഞ്ഞു, ട്രാക്കില് ഓടിക്കഴിഞ്ഞു. തദ്ദേശീയമായിട്ട് തിരഞ്ഞെടുത്തത് ലോകത്ത് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത രീതിയിൽ UPI സംവിധാനങ്ങൾ, ഗൂഗിൾ പേ, ഈ പറയുന്ന Paytm, ഇത്തരം സംവിധാനങ്ങൾ രാജ്യത്ത് വന്നു. മറ്റ് രാജ്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്തോടത് ആ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളാണ് അവർക്ക് കൊടുക്കുന്നത്. അത്തരത്തിൽ ലോകത്ത് നമ്പർ 1 എന്ന രീതിയിലേക്ക് നമ്മുടെ ഭാരതം വളരുന്നു. നമ്മുടെ ഭാരതം ഇതുപോലെ ശക്തമായിട്ട് വളർന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ പ്രഗത്ഭരായ യുവാക്കൾ നമ്മുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വരും. അതോടുകൂടിയിട്ട് നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള യുവാക്കൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയാൽ നഷ്ടം സംഭവിക്കുക വിദേശ രാജ്യങ്ങൾക്കാണ്. ആ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ 2047 നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചത്. അത് നടക്കുമെന്ന് നരേന്ദ്രമോദിയെ തിരിച്ചറിയുന്ന സകല ആളുകൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ വലിച്ചിടാൻ ഈ രാജ്യത്തുള്ള ആളുകൾക്ക് തന്നെ കൊട്ടേഷൻ കൊടുത്തതിന്റെ ഭാഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരൊക്കെ കലാപവുമായിട്ട് രംഗത്തെത്തിയത്. അവരെ പിന്തുണച്ച് സകല ആളുകളും രംഗത്ത് വരുന്നില്ല. പ്രതിപക്ഷ നിരയിലെ സകലരും ഒറ്റക്കെട്ടായിട്ട് വരുന്നു. ഈ കലാപത്തെ എങ്ങനെയാണ് ജനാധിപത്യം സമാധാനപരം എന്നൊക്കെ പറയുന്നത്? 100-ലധികം പോലീസുകാരെ കലാപകാരികൾ ആക്രമിച്ചോ, 20ഓളം പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തോ. ഇതെന്ത് ജനാധിപത്യ സമര? അല്ലെങ്കിലും ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വലിച്ചു താഴെ ഇടണം എന്നൊക്കെ പറയുന്നതിൽ എന്ത് ജനാധിപത്യ? 5 വർഷക്കാലവും നരേന്ദ്രമോദി സർക്കാർ തന്നെ ഇവിടെ ഭരിക്കും. രാജ്യത്തെ പിന്തുണക്കുന്നവർ തന്നെയാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. 2029 നരേന്ദ്രമോദി സർക്കാർ തന്നെ തുടരും. ഈ യുവതിയൊക്കെ ഉണ്ടല്ലോ, വിദേശ രാജ്യത്ത് നിന്ന് ആ ഒരു യാഥാർത്ഥ്യം തുറന്ന് പറഞ്ഞിരിക്കുക. ആ യുവതിയെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. കാരണം ഒരുപാട് ആളുകൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്, ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പലരും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാസ് അറ്റാക്ക് ഒക്കെ
പേടിച്ചുകൊണ്ടാണ് തുറന്നു പറയാത്തത്? നമ്മുടെ രാജ്യം വലിയ പുരോഗതിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുക, വലിയ പുരോഗതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുക. അത് തകർക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരും അവരെ പിന്തുണക്കുന്നവരും ഈ രംഗത്തിറങ്ങിയത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.